2019 ലോക്സഭാ ഇലക്ഷന്റെ മൂന്നാം ഘട്ടം കേരളത്തിൽ പോളിംഗ് ശതമാനം 62 കടക്കുന്നു. അതായത് സംസ്ഥാനത്തെ വോട്ടർമാരിൽ പകുതിയിലേറെ പേർ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂരിലാണ്. മണ്ഡലങ്ങൾ അനുസരിച്ച് പോളിംഗ് ശതമാനം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം 60.93% ഇപ്പോൾ പോളിംഗ് നിരക്ക്. ആറ്റിങ്ങലിൽ 61.84 ഉയർന്നിരിക്കുന്നു. കൊല്ലത്തും 60 മുകളിലാണ്, 60.57%. പത്തനംതിട്ടയിൽ 62.51, മാവേലിക്കരയിൽ 60.95 പോളിംഗ് ശതമാനം. മധ്യകേരളത്തിലേക്ക് വരാം. ആലപ്പുഴയിലും തൊട്ട് ചാലക്കുടി വരെ 60 മുകളിൽ എല്ലാ മണ്ഡലങ്ങളിലെയും പോളിംഗ് ശതമാനം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 63.54% ആലപ്പുഴയിൽ നിന്ന്. കോട്ടയത്തും 63 കടന്നു, 63.76. ഇടുക്കിയിൽ 63.08. അതേസമയം എറണാകുളത്ത് 60.03 എന്ന കണക്കിൽ നിൽക്കുന്നു. ചാലക്കുടിയിൽ നല്ല പോളിംഗ് ശതമാനമാണ്, 64.54% പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ 4:30 വരുന്ന കണക്കുകൾ. തൃശ്ശൂരിൽ 62.27, പാലക്കാട് 63.69, ആലത്തൂര് 62.16%. വടക്കൻ കേരളത്തിലോട്ട് വരുമ്പോൾ പോളിംഗ് ശതമാനം ഇനിയുള്ള 1.5 മണിക്കൂർ കൊണ്ട് കൂടുമെന്നുള്ള നിരീക്ഷണങ്ങളാണ് വരുന്നത്. 60 താഴെയാണ് പലയിടത്തും. മലപ്പുറത്ത് 58.77, പൊന്നാനിയിൽ 56.15 ശതമാനം കണക്കുകൾ വരുന്നത്. അതേസമയം കോഴിക്കോട് 59.22, വടകരയിൽ 60.43%. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്ന മണ്ഡലം പക്ഷേ വടക്കൻ കേരളത്തിൽ തന്നെയാണ്. കണ്ണൂർ 66.89, വയനാട് 64.57 കാസർഗോഡും നല്ല പോളിംഗ് ആണ്, 62.66% ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേരുന്നു. ഉമേഷ്, ഏറ്റവും പുതിയ പോളിംഗ് ശതമാനത്തിലേക്ക് എങ്ങനെയാണ് പോകേണ്ടത്? 2014 നിന്ന് 2019 എത്തുമ്പോൾ 1,00,000-ൽ അധികം വോട്ടർമാരുടെ വർധനമാണ് വോട്ടർമാരുടെ എണ്ണത്തിൽ ഉണ്ടായിരിക്കുന്നത്. അത് സ്വാഭാവികമായും പോളിംഗ് ശതമാനത്തിലും പ്രതിഫലിക്കേണ്ടതാണ്. ആ രീതിയിലാണോ കണക്കുകൾ കാണേണ്ടത്? 1.5 മണിക്കൂർ താഴെയാണ് പോളിംഗ് സമയം അവസാനിക്കാൻ ബാക്കിയുള്ളതും. തീർച്ചയായും സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഒരു പോളിംഗ് പാറ്റേൺ അത് പൂർണ്ണമായി മാറിയിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ കരുതാം. കാരണം ഇനി 1.5 മണിക്കൂർ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. പക്ഷേ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ബൂത്തുകൾക്ക് മുന്നിൽ വലിയ ക്യൂ തന്നെ ദൃശ്യമാകുന്നുണ്ട്. എപ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങൾ മറ്റെല്ലാ സ്ഥലങ്ങളിലും വലിയ രീതിയിൽ പോളിംഗ് നടക്കുമ്പോഴും 70-ൽ താഴെ മാത്രം നിൽക്കാറുള്ള ഒരു ചരിത്രമാണ് തിരുവനന്തപുരത്തിന് പറയാനുള്ളത്. പക്ഷേ ഇത്തവണ അതായിരിക്കില്ല എന്ന് വേണം ഇപ്പോൾ തന്നെ കരുതാൻ. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ വലിയ നീണ്ട ക്യൂ, ഓരോ ബൂത്തുകൾക്ക് മുന്നിലും നീണ്ട ക്യൂകൾ ദൃശ്യമാണ്. ഈ ഒരു അവസാന മണിക്കൂറുകളിലേക്ക് സാധാരണ എത്തുന്ന സമയങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരവരുടെ ഇനി പോൾ ചെയ്യിക്കാനുള്ള വോട്ടർമാരെ നേരിട്ട് വീട്ടിലെത്തിച്ച് വാഹന സൗകര്യം അടക്കം ഒരുക്കിക്കൊടുത്ത് പോളിംഗ് ബൂത്തിൽ എത്തിക്കുന്ന ഒരു സാഹചര്യങ്ങളായിരുന്നു മുൻകാലങ്ങളിൽ കണ്ടിരുന്നത്. പക്ഷേ ഇത്തവണ അതല്ല. കുടുംബസമേതം സ്വന്തം നിലയിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി ക്യൂ നിന്ന് മണിക്കൂറുകൾ ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുന്നു. ഈ കാഴ്ചയാണ് കാണുന്നത്. ഇത്തരത്തിൽ വിവിധ ഘടകങ്ങൾ നമുക്കറിയാം. ഈ വിഷയവും ഈ തെരഞ്ഞെടുപ്പിന് മുൻപിൽ ഉണ്ടായ വിഷയങ്ങൾ, ആ വിഷയങ്ങളെല്ലാം ഏത് രീതിയിൽ സംസ്ഥാനത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിനെ മാറ്റിമറിച്ചിരിക്കുന്നു, വോട്ടിംഗ് പാറ്റേണിനെ പൂർണ്ണമായി മാറ്റിമറിച്ചിരിക്കുന്നു. ഇവ ആർക്കാണ് ഗുണകരമാകാൻ പോകുന്നത് എന്ന് ഇപ്പോഴും പറയാൻ കഴിയില്ല. സാധാരണഗതിയിൽ മുൻകാലഘട്ടത്തിൽ വോട്ടിംഗ് പാറ്റേൺ കൂടിയാലും കുറഞ്ഞാലും ചില കണക്കുകൂട്ടലുകൾ മുന്നണികൾ നടത്താറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഉയർച്ച അത് ആർക്ക് ഗുണകരമാകുമെന്ന് ഇപ്പോഴും മുന്നണികൾക്കും സംശയം തന്നെയാണ്. അവരും ആ ഒരു സംശയത്തിൽ തന്നെയാണ്. അതായത് പൂർവ്വനിശ്ചിതമായ ഒരു കണക്കുകൂട്ടലുകൾക്ക് ഇപ്പോഴത്തെ ഈ ഒരു വോട്ടിംഗ് പാറ്റേണിലുണ്ടായ മാറ്റം അത് കണക്കുകൂട്ടൽ നടത്താനുള്ള ഒരു അവസരം പോലും മുന്നണികൾക്ക് നൽകുന്നില്ല. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും 6 മണിയോടുകൂടി ഈ സംസ്ഥാനത്തെ പോളിംഗ് അവസാനിക്കേണ്ടതുണ്ട്. എന്തായാലും 6 മണിക്ക് ഈ സാഹചര്യം ഇതേ രീതിയിൽ തുടരുകയാണെങ്കിൽ 6 മണിക്ക് എന്തായാലും പൂർണ്ണമായി എല്ലാവരും വോട്ട് ചെയ്തില്ല. ഒരുപക്ഷെ 7 മണി 1 മണിക്കൂറോളം ഇത് വീണ്ടും കടന്നു പോകാൻ സാധ്യതയുണ്ട്. ആ രീതിയിലാണ്. തീർച്ചയായും ഉമേഷ്, ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഏതായാലും വൈകുന്നേരത്തോടു കൂടി വീണ്ടും വോട്ട് ചെയ്യാനെത്തുന്നവരുടെ നീണ്ട ക്യൂ ആണ്. അതുകൊണ്ട് 6 മണി പോളിംഗ് ശതമാനം 6 മണിയാണെങ്കിലും സ്ലിപ്പ് നൽകിയതനുസരിച്ച് 7 അപ്പുറത്തേക്ക്
ക്യൂ നീണ്ടുപോകുമെന്നുള്ള സൂചനകളാണ് നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്നത്. ഇതിനിടയിൽ വോട്ടിംഗ് മെഷീൻ സംബന്ധിച്ച് പരാതികൾ ഇടയ്ക്ക് ഉയർന്നു വന്നിരുന്നു. പക്ഷേ ആ പരാതികൾ വ്യാജമാണെന്ന് ജില്ലാ ഭരണകൂടം സ്ഥിരീകരിച്ചിരിക്കുന്നു. പരാതികൾ അടിസ്ഥാനരഹിതമാണെന്നാണ് തിരുവനന്തപുരം ജില്ലാ കളക്ടർ കെ വാസുകി വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇങ്ങനെ വ്യാജ പരാതി നൽകുന്നവർക്കെതിരെ കേസെടുക്കുമെന്നും അറിയിച്ചു. പത്തനംതിട്ടയിലും കേസെടുക്കുമെന്ന് ജില്ലാ കളക്ടർ PV നൂഹും വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞു തരുന്നത് അദ്ദേഹം ഉദ്ദേശിച്ച കാൻഡിഡേറ്റിനല്ല മറ്റൊരു കാൻഡിഡേറ്റിനാണ് വോട്ട് പോയതെന്നാണ്. അപ്പോൾ അതിനൊരു റിട്ടേൺ ആയിട്ടുള്ള പരാതി തരിക എന്നുള്ളതാണ് അതിൻ്റെ പ്രൊവിഷൻ. നമുക്ക് പോൾ പ്രോസസ്സ് നിർത്തിവെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷേ അദ്ദേഹം റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതി തരാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം ഞാനിവിടെ പേഴ്സണലി വന്ന് ഇൻസ്പെക്ട് ചെയ്തു. ഞാൻ നിൽക്കുന്ന സമയത്ത് വോട്ട് ചെയ്തു പോയ 8ഓളം ആളുകളുടെ അടുത്ത് പേഴ്സണലി ചോദിച്ച് വെരിഫൈ ചെയ്തു. എല്ലാ ആളുകളും അവരുദ്ദേശിച്ച കാൻഡിഡേറ്റിന് തന്നെയാണ് ചെയ്ത വോട്ട് തന്നെയാണ് സ്ലിപ്പിൽ പ്രിന്റ് ചെയ്ത് വരുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ മറ്റൊരു കൺഫ്യൂഷനുമില്ല. അതിനകത്തുള്ള പോളിംഗ് ഏജൻസും അതേ തന്നെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഈ നോബൽ ഫിലിപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിനെതിരെ അതെന്താണ് നടപടിയെടുക്കാനായിട്ട് ഞാൻ പോലീസിനെ മാർക്ക് ചെയ്യുകയാണ്. എന്ത് തരത്തിലുള്ള കേരളത്തിന് പുറമെ രാജ്യത്തെ 96 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. തമിഴ്നാട്ടിലെ വെല്ലൂർ ഒഴികെ ദക്ഷിണേന്ത്യയിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇന്ന് വോട്ടെടുപ്പ് പൂർത്തിയാകും. ഗുജറാത്തിലെയും ഗോവയിലെയും മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. KP അഭിലാഷും നമുക്കൊപ്പം ചേരുന്നു. അഭിലാഷ, 4:30 കഴിയുമ്പോൾ എത്ര ശതമാനമാണ് ഇപ്പോൾ പോളിംഗ് ഔദ്യോഗിക കണക്കുകൾ പുറത്തുവരുന്നത്? അപർണ, 7 ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം മണ്ഡലങ്ങൾ വിധിയെഴുതിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരമുള്ളത് 3 മണി വരെയുള്ള കണക്കുകളാണ്. അത് പ്രകാരം 37% വോട്ടുകളായിരുന്നു. പിന്നീട് കണക്കുകളൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ദേശീയ തലത്തിൽ 50%-ലധികം വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് അനൗദ്യോഗികമായ കണക്കുകൾ വരുന്നുണ്ട്. കേരളത്തിൽ അതിശക്തമായ പോളിംഗ് നടക്കുന്നത് പോലെ തന്നെ പശ്ചിമ ബംഗാളിലും ശക്തമായ പോളിംഗ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപർണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ 20 മണ്ഡലങ്ങൾ, ഒപ്പം കർണാടകത്തിലെ 14 മണ്ഡലങ്ങളിലും ജനവിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. കർണാടകത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ 14 സീറ്റുകളിൽ 10ലും BJP വിജയിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിൽ BJPയെ ചെറുക്കുന്നതിന് വേണ്ടി JDSുമായി സഖ്യം ചേർന്നുകൊണ്ടാണ്, ജനതാദളുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് കോൺഗ്രസ് പോരാട്ടത്തിനിറങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇന്ന് BJPയെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നത് CPM ഉൾപ്പെടുന്ന ഇടതു മുന്നണിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ദക്ഷിണേന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഇന്നത്തതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇന്ന് പൂർത്തിയാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെയാണ് അസമിലെ 5 മണ്ഡലങ്ങളിൽ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നേരത്തെ തന്നെ അസം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം വോട്ടെടുപ്പ് പൂർത്തിയായതാണ്. അസം കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുകയാണ്. പിന്നീട് പ്രധാനപ്പെട്ടത് ഗുജറാത്താണ്. ഗുജറാത്തിലെ 26 ലോക്സഭാ മണ്ഡലങ്ങളിലും ഇപ്പോൾ കനത്ത പോളിംഗ് തന്നെയാണ്. നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 33% 3 മണി വരെയുള്ള കണക്കുകളെങ്കിലും മികച്ച പോളിംഗ് തന്നെയായിരിക്കും ഗുജറാത്തിലും രേഖപ്പെടുത്തുക. ഗുജറാത്തും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP തൂത്തുവാരിയ സംസ്ഥാനമാണ്. എന്നാൽ ഇക്കുറി സാഹചര്യങ്ങൾ, പ്രത്യേകിച്ച് പട്ടേദാർ സമുദായ പ്രക്ഷോഭം അടക്കം അതിനുശേഷം രൂപപ്പെട്ടതാണ് എന്നതുകൊണ്ട് തന്നെ BJPക്കൊപ്പം തന്നെ കോൺഗ്രസും ചില മണ്ഡലങ്ങളിലെങ്കിലും കരുത്ത് തെളിയിച്ചുകൊണ്ട് തിരിച്ചു വരാൻ സാധിക്കുമെന്ന പ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലമാണ്. ഒട്ടേറെ പ്രമുഖർ ജനവിധി തേടുന്നു എന്നുള്ളതും ഈ ഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. ഗാന്ധിനഗറിൽ അമിത്ഷായാണ് പോരാട്ടത്തിനിറങ്ങിയത്. LK അദ്വാനിക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ട് BJP ദേശീയ അധ്യക്ഷനെ പോരാട്ടത്തിനിറക്കുമ്പോൾ അദ്ദേഹം ജനവിധി തേടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. മെയിൻപുരിയിൽ ഉത്തർപ്രദേശിൽ ഈ ഘട്ടത്തിൽ 10 സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുമ്പോൾ മെയിൻപുരിയിൽ മുലായം സിംഗ് യാദവ് പോരാട്ടത്തിനിറങ്ങിയെന്ന് മാത്രമല്ല, 1/4 നൂറ്റാണ്ടിന്റെ രാഷ്ട്രീയ വൈരാഗ്യം മറന്നുകൊണ്ടും ആയിരുന്നു മായാവതി മുലായം സിംഗ് യാദവിന് വേണ്ടി വോട്ട് ചോദിച്ചെത്തിയത്. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ SP-BSP സഖ്യം കരുത്ത് കാണിക്കുമോ എന്നതിലും നിർണായകമാകുന്ന ഉത്തർപ്രദേശ്. അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളിൽ 72 തൂത്തുവാരിയ BJPക്ക് ആ ഒരു പഞ്ചും ഫ്ലോയും നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളത് കോൺഗ്രസ് ഒരു ദേശീയ തലത്തിലുള്ള ഒരു ചിത്രമാണ് KP അഭിലാഷ് നൽകിയത്. 96 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് അവസാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. 1 മണിക്കൂർ കൂടിയാണ് ബാക്കി, അല്പം സമയം കൂടി. ഏറ്റവും പുതിയ പോളിംഗ് ശതമാനത്തിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ 63% കടന്നിരിക്കുകയാണ് കേരളത്തിലെ പോളിംഗ് ശതമാനം. ആകെ മൊത്തം 63.7
ത്തിനപ്പുറത്തേക്ക് പോയിരിക്കുന്നു പോളിംഗ് ശതമാനം. തിരുവനന്തപുരം മണ്ഡലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തും വൈകുന്നേരത്തോടുകൂടി വീണ്ടും പോളിംഗ് ശതമാനം കൂടുന്നു. തിരുവനന്തപുരം 62.93, ആറ്റിങ്ങൽ 63.84, കൊല്ലം 63.21, പത്തനംതിട്ട 62.51% രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ 63.57% പോളിംഗും 4:45 കണക്കുകൾ പുറത്തുവരുന്നു. ആലപ്പുഴയിൽ 63.54, കോട്ടയത്ത് 63.76, ഇടുക്കിയിൽ 63.08, എറണാകുളത്ത് 61.33 ഉയരുകയും ചെയ്തിരിക്കുന്നു. ചാലക്കുടിയിൽ നല്ല പോളിംഗ് നേരത്തെ തന്നെ 64.54%. വീണ്ടും തൃശ്ശൂർ 66.41% ഉയരുന്നു. പാലക്കാട് പോളിംഗ് ശതമാനം ഉയരുന്നു 64.69, ആലത്തൂരും 64.16. നേരത്തെ പോളിംഗ് ശതമാനം താഴ്ന്നിട്ട് മലപ്പുറം 61 കടന്നിരിക്കുന്നു, 61.77. പൊന്നാനിയിലും പോളിംഗ് ശതമാനം കൂടിയിരിക്കുന്നു, 58.15% ഉയർന്നിരിക്കുന്നു പൊന്നാനിയിലും പോളിംഗ് ശതമാനം. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ കോഴിക്കോട് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 59.69, വടകരയിൽ 60.46. അതേസമയം വയനാട് 65%-അടുത്ത് നിൽക്കുന്നു, 64.57 ഔദ്യോഗിക കണക്കുകൾ. കണ്ണൂർ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് 66.89. കാസർഗോഡും പോളിംഗ് ശതമാനം ഉയരുന്നു, 63.84% കാസർഗോഡും രേഖപ്പെടുത്തിയിരിക്കുന്ന പോളിംഗ് ശതമാനത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളിലേക്ക് വരാം. ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു തെരഞ്ഞെടുപ്പ് കൂടി. വോട്ടിംഗ് ദിനവും അതിന് യാതൊരു പഞ്ഞവുമില്ല. മുനവെച്ച വാക്കുകളുമായി തന്നെയാണ് മൂന്ന് മുന്നണികളുടെയും നായകന്മാർ. ഏതായാലും ചിലരുടെ അതിമോഹം തകർന്നടിയുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടത്. എവിടെ ചെന്നാലും മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ സമ്പന്നന്മാർ നിരന്നു നിൽക്കുകയാണെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആരോപിച്ചു. അതേസമയത്ത് കേരളത്തിൽ നിന്ന് ജയിക്കുന്ന 20 പേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനായി കൈപൊക്കുന്നവരായിരിക്കുമെന്ന് AK ആന്റണിയും പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് ചിലരുടെയൊക്കെ അതിമോഹം തകർന്നടിയുന്ന തെരഞ്ഞെടുപ്പാണ്. ഉത്തരേന്ത്യയിൽ വർഗീയ ചേരിതിരിവും വംശഹത്യയും വർഗീയമായ കലാപങ്ങളുമൊക്കെ സംഘടിപ്പിച്ചവർ ഇവിടെ വന്ന് റോഡ് ഷോ നടത്തി ആളുകളെ അവരുടെ പാട്ടിലാക്കാമെന്ന് ധരിച്ചിരുന്നു. അത് തകർന്നടിയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാനാവും. മുഖ്യമന്ത്രി BJP-യെയും കോൺഗ്രസിനെയും ലക്ഷ്യം വെച്ചപ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഉന്നം മുഖ്യമന്ത്രിയായിരുന്നു. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ദുർഭരണം, അതിന് ശക്തമായ താക്കീത് കൊടുക്കാൻ കിട്ടിയ ഒരവസരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. AK ആന്റണിക്ക് ഒരു കാര്യം ഉറപ്പാണ്, കേരളത്തിൽ നിന്ന് ജയിക്കുന്ന 20 പേരും രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കൈപൊക്കും. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ കൈവെക്കാൻ തയ്യാറുള്ള MPമാരായിരിക്കും കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ജയിക്കുന്ന എല്ലാവരും UDF-കാർ തന്നെ ആയിരിക്കുമെന്ന് AK ആന്റണി തെളിച്ചു പറഞ്ഞില്ലെങ്കിലും രമേശ് ചെന്നിത്തല ആസ്വദിച്ചു കാണുന്നത് 2020 UDF-ന് ഇത്തവണ 2020 അടിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കേരളത്തിൽ രാഹുൽ തരംഗം തന്നെ ആഞ്ഞടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട നിശ്ചയിച്ചത് BJP ആണെന്ന കാര്യത്തിൽ ശ്രീധരൻ പിള്ളയ്ക്ക് അല്പം പോലും സംശയമില്ല. ഞങ്ങളുടെ സാധ്യതകൾ അനന്തമായ സാധ്യതകളായി മാറിയിരിക്കുന്നു. 2 അജണ്ട സെറ്റ് ചെയ്യാൻ ആ അജണ്ടയിൽ 2 മുന്നണികളും മറുപടി പറയാൻ നിർബന്ധിതരായിരിക്കുന്നു. ഒട്ടേറെ സീറ്റുകൾ ജയിക്കാനുള്ള സാധ്യതയുണ്ട്. നരേന്ദ്രമോദി സർക്കാർ താഴെയിറങ്ങുമെന്ന് ഉറപ്പിക്കുകയാണ് മുസ്ലിം ലീഗ്. UDF വളരെ ഭൂരിപക്ഷത്തോടെ വിജയിക്കും എന്നതാണ് ഞങ്ങളുടെ കണക്ക്. പ്രതീക്ഷകളുടെ കാര്യത്തിൽ ആരും പിന്നിലല്ലെങ്കിലും മഹാത്ഭുതത്തിനായി കാത്തിരിക്കാനായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ ആഹ്വാനം. ചില അത്ഭുതങ്ങൾ ഇത്തവണ ഉണ്ടാകും എന്നത് വ്യക്തമാണ്. അതിന്റെ സൂചനകളും ഇപ്പോൾ ഇലക്ഷന്റെ ഭാഗമായിട്ടും പോളിംഗ് ദിവസവും പ്രകടമായി പുറത്തു വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് News 18. കേരളം കണ്ട ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ്. ഏതായാലും പോളിംഗ് ശതമാനം വരുമ്പോൾ കഴിഞ്ഞ തവണത്തെയുള്ള കണക്കുകളെല്ലാം തിരുത്തപ്പെടുമെന്ന് ഉറപ്പായിരിക്കുന്നു. 1 മണിക്കൂർ കൂടിയാണ് പോളിംഗ് സമയം അവസാനിക്കാൻ ബാക്കി. പിന്നെയും ക്യൂ നീണ്ടുപോകുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. 63.18% ഇപ്പോൾ ലഭ്യമാകുന്ന ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പോളിംഗ് ശതമാനം. തിരുവനന്തപുരത്ത് 62.93% ഉയർന്നിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ണൂർ തന്നെ, 66-ന് മുകളിലാണ് കണ്ണൂരിലെ പോളിംഗ് ശതമാനവും. ഏതായാലും പോളിംഗ് ശതമാനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി അടുത്ത വാർത്താ ബുള്ളറ്റിൻ. നമസ്കാരം.